ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. സോ മക്കളെ തമിഴിൽ കണ്ടതുപോലെ തന്നെ LPP പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് എപ്പോഴും ചോദിക്കാറ് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കാണ് 6 മാർക്ക് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഗ്രാഫിക്കലി നമ്മൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻ വരച്ച് കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മിസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുകയാണ്, LPP 6 മാർക്ക് ഇന്നോട് കൂടെ ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. 2025 നമ്മുടെ ബോർഡ് എക്സാമിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെയാണ് എല്ലാ വർഷവും മാറി മാറി വാല്യൂസ് മാത്രമേ മാറ്റാറുള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. ഓൾറെഡി ഈ ചാപ്റ്റർ ഭയങ്കര ചെറിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് ഭയങ്കര പരിമിതിയുണ്ട്. അപ്പോൾ എപ്പോഴും എന്താണ് 6 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കാറ്. അത് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കംപ്ലീറ്റ് കാണുക, മനസ്സിലാക്കി വെക്കുക, ഓക്കെ ആക്കുക. ഓക്കെ റെഡി? സോ എന്താണ് ക്വസ്റ്റ്യൻ? യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്, വിച്ച് മീൻസ് ഗ്രാഫിക്കലി നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, മാക്സിമൈസ് സെറ്റ് ഇസ് ഈക്വൽ ടു 3x + 4y. നമ്മളടുത്ത് പറയും ഒരു ഫംഗ്ഷൻ ചിലപ്പോൾ മാക്സിമൈസ് ചെയ്യാൻ പറയും, മിനിമൈസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മാക്സിമൈസ് ആൻഡ് മിനിമൈസ് എന്ന് പറയാറുണ്ട്. മാക്സിമൈസ് പറയുമ്പോൾ ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക, മിനിമൈസ് പറയുമ്പോൾ ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. സോ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ട് കുറച്ച് ഇൻഇക്വാലിറ്റീസ് ഗിവൺ ആണ്. x + 2y ≤ 10 ഉണ്ട്, 3x + y ≤ 15 ഉണ്ട്, x ≥ 0 ആൻഡ് y ≥ 0. ഈ കാണുന്ന ഇൻഇക്വാലിറ്റീസിൽ മാത്രമാണ് മക്കൾ ആദ്യം നോക്കേണ്ടത്. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഈ ഫംഗ്ഷനെ കുറിച്ച്, മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷനെ കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട. ബാക്കിയുള്ള ഇൻഇക്വാലിറ്റീസിൽ ഇയാളെയും എടുക്കുക. അതായത് x + 2y ≤ 10 ഉണ്ട്, 3x + y ≤ 15 ഉണ്ട്. ബാക്കിയുള്ള 2 ഇൻഇക്വാലിറ്റീസ് വീണ്ടും ഉണ്ടല്ലോ. ഇവ രണ്ടുപേരും മക്കൾ നോക്കുക. എക്സിന്റെ വാല്യൂ 0ക്കാൾ വലിയ വാല്യൂ, അതേപോലെ വൈയുടെ വാല്യൂ 0ക്കാൾ വലിയ വാല്യൂ പറയുമ്പോൾ എന്താ മീനിങ്? ഇവിടെ എക്സും വൈയും പോസിറ്റീവ് ആണെന്ന് മാത്രമാണ് മീനിങ്. എക്സും വൈയും 0ക്കാൾ വലുതാണെന്ന് മീനിങ് എന്താണ്? എക്സും വൈയും പോസിറ്റീവ് ആണ്. ആൻഡ് ഹിയർ വി നോ ദാറ്റ്, നമുക്കറിയുന്ന കാര്യമാണ്, ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമാണ്. എക്സും വൈയും പോസിറ്റീവ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ്. നമ്മുടെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി പോകുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്ന സൊല്യൂഷനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെയുള്ള ഈ 2 ആൾക്കാരെ എപ്പോഴും തരുന്നത്. ഓക്കെ, സൊല്യൂഷൻ എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. സോ ഈ 2 ഇൻഇക്വാലിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ എഴുതി വെച്ചല്ലോ. നെക്സ്റ്റ് ഇപ്പം എന്താണ്, ആ ഇൻഇക്വാലിറ്റി സിമ്പിൾ മാറ്റുക, പകരം എന്ത് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. സോ x + 2y = 10 എന്ന് വന്നു, 3x + y = 15 എന്ന് വന്നു കഴിഞ്ഞു. നമുക്ക് ഇത് ഗ്രാഫിക്കലി കാണിക്കണമെങ്കിൽ പോയിന്റ്സ് എന്തായാലും ആവശ്യമുണ്ട്. സോ ഇവിടെ x y കൊടുത്തു, ഇവിടെ x y എന്ന് കൊടുത്തു. നിങ്ങൾക്കറിയാം x 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പോയിന്റ് വേണം. ഏതെങ്കിലും x വാല്യൂ കൊടുക്കുക, കറസ്പോണ്ടിങ് y വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അപ്പോൾ മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. മിസ് എന്ത് ചെയ്തു, ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്തു, ഇപ്പോൾ 2y 10 എന്ന് വന്നു, y എന്താ 10/2 5 എന്ന് വന്നു. ഇനി y 0 കൊടുക്കുവാണെങ്കിലോ x = x + 0 10 വരും, x = 10 വരും. അതായത് 0,5ഉം 10,0 ആണ് ആ കാണുന്ന ഇക്വേഷൻ കാണിക്കാൻ ആവശ്യമായിട്ടുള്ള 2 പോയിന്റ്സ് എനിക്ക് മനസ്സിലായി. അതേപോലെ ഇപ്പുറത്തെ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം x 0 ആണെങ്കിൽ y 15 അല്ല ഇവിടെ കൊടുത്താൽ മതി. y 0 ആണെങ്കിൽ 3x 15 ആണ്, x = 15/3 = 5 എന്ന് വരും. സോ ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയാണ്? 0 15ഉം 5 0 ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലി വരച്ച് കാണിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഗ്രാഫിക്കലി വരച്ച് കാണിച്ചു കൊടുക്കണം. സോ നമുക്ക് എന്ത് ചെയ്യണം, x ആക്സിസും വേണം, അതേപോലെ y ആക്സിസും വേണം. അതുപോലെ നമുക്ക് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യണമെങ്കിൽ വാല്യൂസ് കാണിച്ചു കൊടുക്കണ്ടേ. സോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വരച്ചാൽ മതി. 0 5 10 15 ഒക്കെയാണുള്ളത്. സോ മിസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ 0, ഇവിടെ 5 10 15, ഇവിടെ 5 10 15, ഇത്രയും മതിയുള്ളത് നമുക്ക്, വേറെ ഒന്നും എക്സ്ട്രാ വേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പോയിന്റ് 0 5 ആണ്, 0 5 ഈ പോയിന്റ് മാർക്ക് ചെയ്തു. പിന്നെ അടുത്ത പോയിന്റ് 10,0 ആണ്, x 10 y 0 പറയുമ്പോൾ 10,0 പറഞ്ഞ പോയിന്റ് ഇതാണ്. പോയിന്റ് മാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അറിയാത്ത ആരും ഇല്ലെന്ന് എനിക്കറിയാം. സോ അതെന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക, അപ്പം തന്നെ പേര് കൊടുക്കുക. എന്താണ് പേര്? x + 2y = 10 എന്ന ഇക്വേഷന് പേര് കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ്സ് 0 15 എന്ന് പറയുമ്പം 0 15, പിന്നെ 5 0 പറയുമ്പോൾ 5 0. ഈ കാണുന്ന 2 പോയിന്റ്സും എന്ത് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചു, അപ്പം തന്നെ പേര് കൊടുത്തു. എന്താണ്? 3x + y = 15 കൊടുത്തു. നമുക്കിനി അറിയേണ്ടത് സൊല്യൂഷനാണ്. ഈ കാണുന്ന ലൈനിന്റെ സൊല്യൂഷൻ ഇപ്പുറത്തേക്കാണോ അപ്പുറത്തേക്കാണോ വരിക, അല്ലെങ്കിൽ ഈ ലൈനിന്റെ സൊല്യൂഷൻ ഈ സൈഡിലേക്കാണോ ഈ സൈഡിലേക്കാണോ നമുക്ക് അറിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, റെഫറൻസ് പോയിന്റ് എടുക്കുവാണ്. മിസ് എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ഒരു പോയിന്റ് എടുക്കാം. അതായത് ഒരു പോയിന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. സോ മിസ് എന്ത് ചെയ്തു,
ഇഷ്ടമുള്ള പോയിന്റ് അപ്ലൈ ചെയ്യാമെങ്കിലും ഏറ്റവും ഈസി ഉള്ള പോയിന്റ് 0,0 എന്ന് പറയുന്ന എൻ്റെ ഒറിജിൻ പോയിന്റ് ആയതുകൊണ്ട് അത് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ 0,0 പറഞ്ഞ പോയിന്റ് ഇവിടെ എടുക്കുവാണ്. അത് ഇൻഇക്വാലിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പം x0 y0 ആണ്. 0+0 < 10 വന്നു. 0 < 10 പറയുമ്പം അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ ഫോൾസ് ആണോ വരിക? 10 ആണ് മക്കളെ 0നേക്കാൾ വലുത് പറയുമ്പം അത് ട്രൂ അല്ലേ? ട്രൂ ആണെങ്കിൽ x+2y10 എന്ന് പറയുന്ന ഈ റെഡ് ലൈനിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന റീജിയൻ ആയിരിക്കും വരിക. ട്രൂ ആയതുകൊണ്ട് മാത്രം ഉൾപ്പെടുന്ന റീജിയൻ ആയിരിക്കും വരിക. 0 ഉൾപ്പെടുന്ന റീജിയൻ. ഓക്കെ, അടുത്തത് രണ്ടാമത്തേൽ കൊടുക്കുന്ന സമയത്ത് അവിടെ ഞാൻ 0 പറയുന്ന പോയിന്റ് അപ്ലൈ ചെയ്യുമ്പം ഇൻഇക്വാലിറ്റി എങ്ങനെ മാറും? 3 × 0 + 0 പറയുമ്പോൾ 0 ആണ്. < 15 വരും. 15 ആണ് വലുതെന്ന് മനസ്സിലായി. അപ്പൊ 0 അല്ല എന്നറിയാം. അപ്പൊ ട്രൂ തന്നെയാണ് വരിക. അപ്പൊ ഈ കാണുന്ന ബ്ലൂ ലൈനിന്റെ സൊല്യൂഷനും എന്താണ്? 0 പറഞ്ഞ പോയിന്റ് ഉൾപ്പെടുന്ന റീജിയൻ ആണ്. വിച്ച് മീൻസ് ഈ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇങ്ങനെയായിരിക്കും സൊല്യൂഷൻ വരിക. ആൻഡ് ഹിയർ വി നോ ദാറ്റ് നമ്മുടെ സൊല്യൂഷൻ ഓൾറെഡി ഉള്ളത് ഫസ്റ്റ് ക്വാർട്ടറിലാണ് നമുക്ക് അറിയാലോ. അതേപോലെ ഈ കാണുന്ന രണ്ട് ഇൻഇക്വാലിറ്റിന്റെയും സൊല്യൂഷൻ കൂടെ കമ്പൈൻ ചെയ്യുന്ന റീജിയൻ, അതും ഫസ്റ്റ് ക്വാർട്ടറിലുള്ള റീജിയൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഫൈനൽ സൊല്യൂഷൻ ആയിട്ട്. അപ്പൊ രണ്ടും കൂടെ ഉൾക്കൊള്ളുന്ന അതും ഫസ്റ്റ് ക്വാർട്ടറിലെ സൊല്യൂഷൻ എന്ന് പറയുമ്പം ഈ കാണുന്ന ചെറിയ പോർഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാടാ? സൊല്യൂഷൻ ആയിട്ട് കിട്ടുക. അത് മാത്രം മക്കൾ ഷെയ്ഡ് ചെയ്യുന്നു. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ചു കളയാം. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഫൈനൽ സൊല്യൂഷൻ മാത്രം മതിയല്ലോ. ഇതാണ് എൻ്റെ ഫൈനൽ സൊല്യൂഷൻ, കളർ ചെയ്തിരിക്കുന്ന ഈ പോർഷൻ. ഓക്കെ, സോ ഇതെന്താണ്? ഒരു സ്ഥലത്ത് ഒതുങ്ങി കിടക്കുന്ന സൊല്യൂഷൻ ആണ്. ഒരു ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്. ഇവിടെ ഒഴുകി പോവാത്ത, അവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പോയിന്റ്സ് ഇടങ്ങി കിടക്കുന്ന ഒരു ബൗണ്ടഡ് റീജിയൻ ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോർണർ പോയിന്റ്സ്, ആ റീജിയന് ചുറ്റുമുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വിളിക്കുന്ന പേരാണ് കോർണർ പോയിന്റ്സ് എന്ന് വിളിക്കും. ഒരു പോയിന്റ് നമുക്കറിയാം 0,0 ആണ്. ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ് ആയിരുന്നു 0,5 ആണ്. ഈ പോയിന്റ് നമുക്കറിയാം 5,0 ആണ്. അറിയാത്ത ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഏത് പോയിന്റ് അറിയാത്തത്? ഈ കാണുന്ന പോയിന്റ് മാത്രം അറിയില്ല. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെങ്കിൽ സി മാത്രം എനിക്കറിയില്ല. സി പറഞ്ഞ പോയിന്റ് ഏതൊക്കെ ലൈനുകൾ തമ്മിൽ കൂടിച്ചേരും ഉണ്ടാവുന്ന പോയിന്റ് ആണ്? നിങ്ങൾ ആലോചിക്കുക. ഈ 3x + y = 15 എന്ന് പറയുന്ന ഈ ലൈനും x+2y = 10 എന്ന് പറയുന്ന ഈ ലൈനും കൂടെ കൂടിച്ചേരും ഉണ്ടാവുന്ന പോയിന്റ് ആണ് സി. ഫൈൻഡ് ആവാൻ എന്താ ചെയ്യുക? ഫൈൻഡ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യുക? നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? സോൾവ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്നതിൽ ഏതെങ്കിലും ഇക്വേഷൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 3x + y 15 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 3x × 2 പറയുമ്പോൾ 6x ആണ്. y × 2 പറയുമ്പോൾ 2y ആണ്. 15 × 2 പറയുമ്പോൾ 30 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ഇക്വേഷൻ മാറ്റാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ആൻസർ എന്തായാലും സെയിം ആ കിട്ടുക. ഇവിടെ എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ x+2y10 ആണ്. ഈ ഒരു ഇക്വേഷൻ മിസ് ഇങ്ങനെ മാറ്റി എഴുതി, രണ്ടാമത്തെ ഇക്വേഷൻ അത് താഴെ എഴുതി. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. 6x - 5x 5x 30 - 10 പറയുമ്പോൾ എത്രയാണ്? 20 ആണ്. അപ്പം x = 20/5 പറയുമ്പോൾ 4 കിട്ടും. x 4 ആണെങ്കിൽ y എത്ര വരിക? അവിടെ കൊടുത്താൽ പോരെ? x+2y = 10ൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 4+2y = 10 വരും. 2y = 10 - 4 എത്രയാ? 6 ആണ് വരിക. 2y 6 ആണെങ്കിൽ y = 6/2 = 3 കിട്ടും. y എത്രയാ? 3 ആണ്. x എത്രയാ? 4 ആണ് വരിക. സോ ദ പോയിന്റ് വിൽ ബി 4,3 എന്ന് വരും. സോ കോർണർ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഒന്ന് എഴുതി വെച്ച് നിങ്ങൾ ഏതൊക്കെ കോർണർ പോയിന്റ്സ്? എ പറഞ്ഞ പോയിന്റ് 0,0, ബി പറഞ്ഞ പോയിന്റ് 0,5, സി എന്ന് പറയുന്ന പോയിന്റ് എത്രയായിരുന്നു കണ്ടുപിടിച്ചത്? 4,3, ഡി എന്ന് പറയുന്ന പോയിന്റ് 5,0. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ, അതിങ്ങോട്ട് എടുത്തോ. z = എന്തായിരുന്നു ഫംഗ്ഷൻ? 3x + 4y ആണ്. നമ്മൾ ഈ കാണുന്ന ഓരോ പോയിന്റും എന്ത് ചെയ്യാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ മക്കളെ, അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. മാക്സിമൈസ് നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മാക്സിമം വാല്യൂ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 0,0 പറഞ്ഞ പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ x 0 ആണ്, y 0 ആണ്. z = 3 × 0 + 4 × 0 ആണ്. 0 + 0 0 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിലോ 3 × എക്സിന് പകരം 0, 4 × വൈക്ക് പകരം 5, 0 + 20 20 എന്ന് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് 4,3 ആണെങ്കിൽ x4 y3. അപ്പോൾ 3 × 4 + 4 × 3 ആണ്. 12 + 12 24 എന്ന് കിട്ടും. നെക്സ്റ്റ് x5 y0. അപ്പോൾ 3 × 5 + 4 × 0 വരും. 15 + 0 പറയുമ്പോൾ 15 കിട്ടിക്കഴിഞ്ഞു.
അപ്പോൾ കൂട്ടത്തിലെ വലിയ വാല്യൂ ആണ് മക്കളെ മാക്സിമം വാല്യൂ. ഏറ്റവും വലിയ വാല്യൂ പറയുമ്പോൾ എത്രയാണ്? 24 ആണ് നമ്മൾ എന്ത് കിട്ടുക? മാക്സിമം വാല്യൂ കിട്ടുക. ഹിയർ ദ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പം എത്രയാണ് വരിക? 24 ആണ് റൈറ്റ് ആൻസർ. ഏത് പോയിന്റിലാണ് വന്നിരിക്കുന്നത്? കോർണർ പോയിന്റ് ആയിട്ടുള്ള 4,3ലാണ് മാക്സിമം പോയിന്റ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മക്കൾ ഈ ക്വസ്റ്റ്യനൊക്കെ ലാബിൽ പഠിച്ചതാണ്. കുറേ പേരൊക്കെ ചെയ്ത് കഴിഞ്ഞായിരിക്കും ലാബ് എന്നറിയാം. എന്നിരുന്നാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് LPPയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാതെ ആരും പോകരുത്. സെറ്റാക്കുക 6 മാർക്ക് ഇപ്പം തന്നെ. നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണണം. സോ ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഒരു തമ്പിടുക കമൻറ്റ് ബോക്സിൽ പോയിട്ട്. സെറ്റാണ് മിസ്സേ, പഠിച്ചു കഴിഞ്ഞു, ഇത് ഓക്കെ ആണ്, ഇത് എങ്ങനെ വന്നാലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.